നീ ഇന്ന് തിരിഞ്ഞാ മതി. നീ ഇന്ന് കുടിച്ചോ? ഇന്ന് തിരിയാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് കുടിക്കരുതെന്ന്. അമ്മ മെല്ലെ പറ, ആൾക്കാർക്ക് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്ക് പണിയൊന്നുമില്ലേ? ചുമ്മാ വീട്ടിൽ കയറി നാളെ പിറന്നാക്കാം. എടാ നീ ഇന്ന് പോണ്ടോ? എടാ സമയം 8 മണിയായിട്ടോ, ഞാൻ നിന്നെ വിളിക്കില്ല. ഇതൊന്നും ഉറങ്ങാൻ സമയത്ത് നിന്നെ വേണു വിളിച്ചായിരുന്നോ? എടാ സിനിനെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നാ പറഞ്ഞേ. വേണുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെയാ? പെണ്ണുങ്ങൾ ആരെങ്കിലും വേണ്ടേ? എന്നോട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, പോയിട്ട് വാ. അപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ? ഞാൻ പറഞ്ഞില്ലേ, പോയിട്ട് വാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മെല്ലെ വന്നാൽ മതി. നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ ചൂടാക്കി വെച്ചാൽ മതി കേട്ടോ. സീനില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ നിർത്ത ചായ അടുത്ത് മരവിച്ചിരിക്കണ്ടല്ലോ. നീ കുളിക്കാൻ കയറിയപ്പോ ഞാൻ ചൂടാക്കി വെച്ചതാ. നീ ബാത്റൂമിൽ കയറി ഫോൺ കുത്തിക്കൊണ്ടിരിക്കാൻ നമുക്ക് മണിക്കൂറുണ്ടായി. അല്ലെങ്കിൽ രാവിലെ തൊട്ടല്ലേ? അപ്പം വേറെ ഉണ്ടാക്കിയില്ല. എടാ നീ രാവിലെ കഴിക്കാണ്ടല്ലേ പോയത്? അത് നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോട്ടോ. എനിക്കിനി ചൂടാക്കാൻ ഉണ്ടാക്കാൻ പറ്റില്ല. അമ്മയ്ക്കൂടെ വേറെ എന്താ പണി? രാവിലെ ചുമ്മാ ഇരിക്കല്ലേ? എന്നാ പിന്നെ വായിക്ക് രുചിയിലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. അവിടെ ഞാനേ രാവിലെ തൊട്ട് ഇവിടെ ചുമ്മാ ഇരിക്കാം. നീ ഒരു ദിവസം ഇവിടുത്തെ പണി കൂടെ ചെയ്യുന്നു. അപ്പൊ അറിയാം. മതി, നിർത്തി രാമായണം. ഇതെന്തൊരു എരിവത്? ഒന്ന് കുറച്ചുണ്ടായിക്കോടെ. നിനക്ക് എരിവ് കൂടിയ പ്രശ്നം, കുറഞ്ഞ പ്രശ്നം. എന്നാ നീ ഇതിനുണ്ടാക്കാം. ഹലോ, എന്താടാ? അമ്മ എവിടെയാ? ആശുപത്രിയില്. എന്താടാ എന്തുപറ്റി? ഹലോ, അമ്മ മൊബൈലിന് ബാലൻസ് ഇല്ലേ? ഇതിനായിട്ടും കോൾ ചെയ്തില്ലല്ലോ. അതാ വിളിക്കാൻ പറ്റാ. അമ്മ കഴിക്കാൻ നോക്കട്ടോ, മരുന്നൊക്കെയുള്ളതല്ലേ? ഞാനില്ലാത്തതുകൊണ്ട് ശല്യമൊന്നും ഇല്ലാതെ സുഖ വഴിയല്ലേ? അമ്മ വേഗം വരാൻ നോക്കട്ടോ.